കോട്ടയം ജില്ലയിലെ 120-ലേറെ ടാക്സികളാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി ജില്ലാ ഭരണകൂടം തെരഞ്ഞെടുത്തത്. തെരഞ്ഞെടുപ്പ് കാലയളവിൽ ഓരോ വാഹനവും കുറഞ്ഞത് 2000 കിലോമീറ്റർ വരെ ഓടി. എന്നാൽ 25 ദിവസം ഡ്യൂട്ടി ചെയ്ത ഡ്രൈവർമാർക്ക് കിട്ടിയതാകട്ടെ 6000 രൂപ മാത്രവും. 6000 രൂപയോളം അവർ അഡ്വാൻസ് ഇട്ട്. പക്ഷേങ്കിൽ ഞങ്ങൾക്കിപ്പോൾ ഡീസൽ കയ്യിൽ നിന്ന് എടുത്ത് തന്നെ 10, 20 രൂപ, 22 രൂപയോളം ഡീസൽ കയ്യിൽ നിന്ന് തന്നെ പോയിട്ടുണ്ട് ഞങ്ങൾക്ക്. എനിക്ക് ഏകദേശം 90000 രൂപയോളം എനിക്ക് വരാൻ കിടപ്പുണ്ട്. തരാമെന്ന് പറയുന്നതല്ലാതെ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു നീക്കുപോക്ക് അവർ അവിടെ കാണുന്നില്ല. ഞങ്ങൾക്ക് കിട്ടുന്നില്ല, വേണ്ട, അതുപോലെ ആർക്കും കിട്ടരുത്. അങ്ങനെയാണ് ഞങ്ങൾ സമ്മതിച്ചത്. ഞങ്ങൾ ഉപേക്ഷിച്ചേക്കാതെ ഞങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന പോലീസുകാർക്കോ അല്ല അങ്ങനെയുള്ളവർക്കൊക്കെ ആർക്കും പൈസ കിട്ടാതെ അത് സമ്മതിക്കുമോ? അവർക്ക് ഞങ്ങളെക്കാൾ ഇറങ്ങുന്നതിന് മുമ്പ് കിട്ടിയെന്നുള്ള ഞങ്ങളുടെ അറിവ്. വാഹനത്തിന് ഇന്ധനം നിറച്ച വകയിൽ പോലും 10000 രൂപയിലധികം പലർക്കും കിട്ടാനുണ്ട്. നിലവിൽ പണത്തിനായി താലൂക്ക് ഓഫീസിലെത്തുന്ന ഡ്രൈവർമാരെ റവന്യൂ വകുപ്പ് അവധി പറഞ്ഞ് തിരിച്ചയക്കുകയാണ്. എനിക്കൊരു 65,000, 70,000 രൂപയ്ക്ക് താഴെ എനിക്ക് കിട്ടാനുണ്ട്. അത് കാരണം വളരെയധികം വിഷമത്തിലും കഷ്ടത്തിലുമാണ്. അതേസമയം എത്രയും പെട്ടെന്ന് തന്നെ ശമ്പളം കിട്ടിയില്ലെങ്കിൽ താലൂക്ക് ഓഫീസ് ഉപരോധിക്കാനാണ് ഡ്രൈവർമാരുടെ തീരുമാനം. കളക്ടറുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് ഞങ്ങളുടെ കാശ് കിട്ടുമായിരുന്നു, വലിയ ഉപകാരമാണ്. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.